അസ്സലാമു അലൈക്കും. മോനി മൗലവി തഫ്സീർ വായന ഭാഗം 11. സൂറത്തുൽ മാഇദയിൽ 46-48 തൗറാത്തിനെക്കുറിച്ച് പ്രസ്താവിച്ച ശേഷം ഈസാ അലൈഹിസ്സലാമിനെ സംബന്ധിച്ചും ഇഞ്ചീലിനെ സംബന്ധിച്ചും മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി മിനത് തൗറാത്തി, ഇതിന് മുമ്പുള്ള തൗറാത്തിനെ സത്യമെന്ന് സ്ഥാപിക്കുന്നത് എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് കാണാം. ഇഞ്ചീലിനെ പറ്റി ലിൽ മുത്തഖീന വ മൗഇദതൻ വ ഹുദൻ, ഭയഭക്തന്മാർക്ക് മാർഗദർശനവും സതുപദേശവും എന്നും പ്രസ്താവിച്ചിരിക്കുന്നു. പിന്നീട് തുടർന്നുകൊണ്ട് ഖുർആനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു ഇങ്ങനെ പറയുന്നു: وأنزلنا إليك الكتاب بالحق مصدقا لما بين يديه من الكتاب ومهيمنا عليه فأحكم بينهم بما أنزل الله ولا تتبع أهواءهم عما جاءك من الحق لكل جعلنا منكم شرعة ومنهاجا. അൽ-മാഇദ 48-46. ഇതിനു മുമ്പിലുള്ള വേദഗ്രന്ഥങ്ങളെ സത്യമെന്ന് സ്ഥാപിക്കുന്നതായും അതിൽ മേലന്വേഷണം നടത്തുന്നതായും കൊണ്ട് നാം നിനക്ക് സത്യസമേതം വേദഗ്രന്ഥം ഖുർആൻ ഇറക്കി തന്നിരിക്കുന്നു. അതിനാൽ അള്ളാഹു അവതരിപ്പിച്ചതുകൊണ്ട് നീ അവർക്കിടയിൽ വിധി കൽപ്പിക്കണം. നിനക്ക് വന്നിട്ടുള്ള സത്യത്തെ വിട്ട് അവരുടെ തന്നിഷ്ടങ്ങളെ നീ പിൻപറ്റി പോകരുത്. നിങ്ങളിൽ ഓരോ കൂട്ടർക്കും ഓരോ നടപടിക്രമവും പദ്ധതിയും നാം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചീലും ഈസാ നബി അലൈഹിസ്സലാമും അതിനു മുമ്പുള്ള വേദഗ്രന്ഥമായ തൗറാത്തിൻ്റെ സത്യത സ്ഥാപിക്കുകയും സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. അതുപോലെ ഖുർആൻ അതിനു മുമ്പുള്ള എല്ലാ വേദഗ്രന്ഥങ്ങളെയും സത്യപ്പെടുത്തുന്നുണ്ട്. അതേസമയത്ത് അവയുടെ എല്ലാം ഒരു മേലന്വേഷണം കൂടി ഖുർആൻ നടത്തുന്നുവെന്ന് ഇതിൽ നിന്നു സ്പഷ്ടമാകുന്നു. മുൻ വേദക്കാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ കൈകടത്തിയിട്ടുള്ള ഭാഗങ്ങൾ ചൂണ്ടിക്കാട്ടുക, അതതു കാലത്തെ പരിസ്ഥിതികളനുസരിച്ച് മാത്രം നടപ്പാക്കപ്പെട്ടിരിക്കുന്ന നിയമങ്ങളും അനുഷ്ഠാനമുറകളും ദുർബലപ്പെടുത്തി അതിനു പകരം സുസ്ഥിരവും കൂടുതൽ പ്രായോഗികവുമായ നിയമാനുഷ്ഠാനങ്ങൾ നടപ്പിൽ വരുത്തുക മുതലായവയാണ് ഇതുകൊണ്ട് വിശേഷിപ്പിക്കപ്പെട്ടിരിക്കുന്നത്.